മിക്ക ന്യൂ മോംസ് ടു ബി ആൾക്കാരുടെയും ഡൗട്ടാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യനെ പറ്റിയിട്ട് പ്രസവ സമയത്തുള്ള നമുക്ക് എടുക്കാന്നുള്ളതാണ്. നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പെയിൻഫുൾ ആണ്. ആദ്യമായിട്ട് പ്രസവിക്കുന്നവരിൽ ഒരു 8 to 10 hours വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സുമാണ്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞാൽ വേദന നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, കുഞ്ഞിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 1-2% ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറീസ് കൂടാറുണ്ട്, ലൈക്ക് ഫോർസെപ്സ് ഡെലിവറി, വാക്യൂം ഡെലിവറി. ഇതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വലിയ സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും എപ്പിഡ്യൂറൽ അനസ്തേഷ്യക്ക് പറയുന്നില്ല. പെയിൻ റിലീവ് ചെയ്യാനായിട്ട് എടുക്കാന്നുള്ളതാണ്. പ്രോഗ്രഷൻ ഓഫ് ലേബർ നോക്കിയിട്ട് ഗൈനക്കോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആയി കഴിയുമ്പോഴാണ് സാധാരണയായിട്ട് ഇടുന്നത്. നോർമൽ ഡെലിവറിക്ക് വച്ചിട്ട് സപ്പോസ് പ്രോഗ്രസ് ചെയ്യാതെ CS ആയിട്ട് മാറ്റണമെങ്കിൽ സിസേറിയൻ സെക്ഷനും ഈ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് CS പേഷ്യൻറ്റിനെ എടുക്കാൻ പറ്റുന്നതാണ്.